Jesus, I my cross have taken, all to live and follow thee. Destitute, despised, forsaken, thou from hence my all shall be. Perish every fond ambition, all I've sought or hoped or known. Yet how rich is my condition, God and heaven are still my own. Man may trouble and distress me, 'twill but drive me to thy breast. Life with trials hard may press me, and will give me sweeter rest. Oh, there's not in grief to harm me, while thy love is left to me. Oh, 'twere not in joy to charm me, if it is apart from thee. Warm greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. സിറിയൻ രാജാവായിരുന്ന ബെൻഹദദിൻ്റെ സേനാധിപനായിരുന്ന നയമാൻ പ്രവാചകനായ എലീശയോട് പറഞ്ഞു, ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. The commander-in-chief of the army of Ben-Hadad, the Syrian king, told Elisha the prophet, I know at last that there is no God in all the world except in Israel. 2 Kings chapter 5 verse 15. Dear sisters and brothers in Christ, നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. നമ്മുടെ കർത്താവിന് സുഖപ്പെടുത്തുവാൻ കഴിയാത്തതായി ഈ ലോകത്തിൽ ഒരു അസുഖവുമില്ല, ഒരു രോഗവുമില്ല. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമങ്ങളിൽ ഒന്നാണ് യഹോവ റാഫ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാകുന്നു. I am the one who heals you. I am the healer. ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചത് അവർ രോഗികളായിരിക്കുവാനോ, കഷ്ടപ്പെടുവാനോ, വേദന അനുഭവിക്കുവാനോ, ശാപഗ്രസ്തരായിരിക്കുവാനോ, ഭൂതഗ്രസ്തരായിരിക്കുവാനോ അല്ല. അവർ പരിപൂർണ ആരോഗ്യത്തോടെ, പരിപൂർണ സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുവാനാണ്. അതിനാണ് ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യജാതി രോഗാതുരരായി മാറിയത്? നമുക്കറിയാം, മനുഷ്യൻ എന്നത് ആത്മാവാണ്. ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. നമുക്കൊരു മനസ്സുണ്ട്. എപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവ് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആ നിയമത്തിൽ നിന്നും, അവൻ്റെ ആ ദൈവിക വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിക്കുന്നുവോ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കുന്നുവോ, അവൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ എപ്പോൾ മനുഷ്യൻ ലംഘിക്കുന്നുവോ, അപ്പോൾ അവൻ പാപം ചെയ്യുകയാണ്. അതായത് ദൈവത്തിൽ നിന്ന് അകലുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ഈ അകൽച്ച ആത്മമരണമാണ്. ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്ന വ്യക്തി പാപം ചെയ്യുന്നു. ഈ പാപം മനുഷ്യൻ്റെ മനസ്സിലേക്കും തദ്വാര അവൻ്റെ ശരീരത്തിലേക്കും രോഗത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ രോഗത്തിൻ്റെ തുടക്കം പാപമാണ്. പാപമാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം. ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നത്.
മനുഷ്യൻ തന്നെ അവൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന രോഗങ്ങളുണ്ട്. അതും ഈ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനമാണ്. മദ്യപാനം, അമിതഭക്ഷണം, വെറിക്കൂത്തുകൾ, അതുപോലെയുള്ള ദുഷ്ടകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ രോഗികളായി മാറുന്നു. സ്വയം ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന രോഗങ്ങളാണ് അതൊക്കെയും. അതുപോലെ തന്നെ ആത്മമരണം പ്രാപിച്ച മനുഷ്യന് സ്വയം രക്ഷ നേടുവാൻ കഴിയില്ല. അവൻ്റെ രോഗത്തിന് അവൻ ചികിത്സിക്കും. അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയുന്നത്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ശുശ്രൂഷയാണ് നമുക്ക് ലഭിക്കുന്നത്, പക്ഷേ സൗഖ്യം തരുന്നത് ദൈവമാണ് എന്നുള്ളത്. സൗഖ്യം തരുവാൻ, നമ്മുടെ പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. കാരണം അവനാണ് സൗഖ്യദായകൻ, അവനാണ് പാപവിമോചകൻ. അതിനാലാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. കാരണം മനുഷ്യൻ തന്നെ എത്ര പാടുപെട്ടാലും തൻ്റെ പാപത്തിൽ നിന്ന് സ്വയം രക്ഷ നേടുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പാപിയാകുമ്പോൾ അവൻ അശുദ്ധനായി മാറുന്നു എന്ന് തിരുവചനം പറയുന്നത്. വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. പാപിയായ മനുഷ്യൻ അശുദ്ധനാണ്. കാരണം ദൈവവുമായുള്ള കൂട്ടായ്മ അവൻ വിട്ടുപോയി. ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലണമെങ്കിൽ നാം ശുദ്ധരായിരിക്കണം. അപ്പോൾ പാപം നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കും. അശുദ്ധന് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ നീ ശുദ്ധമാക എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ രോഗത്തിനും മൂല കാരണം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയാണ്. ദൈവിക നിയമങ്ങളെ, ദൈവിക വ്യവസ്ഥയെ, അവൻ്റെ ചട്ടങ്ങളെ, കൽപ്പനകളെ അത് ലംഘിക്കുന്നതാണ്. അങ്ങനെ ലംഘിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നു. ആ പാപത്താൽ തന്നെ അവൻ അശുദ്ധനായി മാറുന്നു. ഇന്ന് ഈ ഞായറാഴ്ച നമുക്ക് പഠിക്കുവാനുള്ള 2 വേദവചന പാഠങ്ങൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നു ഒരു സംഭവം, അതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതും നാം വായിക്കുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, സിറിയയിലെ രാജാവായിരുന്ന ബെൻഹദദിൻ്റെ സേനാപതിയായ നയമാൻ, അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ എങ്ങനെയാണ് സൗഖ്യമായത്? ദൈവിക ഇടപെടൽ ആണ് അവന് സൗഖ്യം കൊടുത്തത്. അതായത് സത്യദൈവം വസിക്കുന്ന അല്ലെങ്കിൽ സത്യദൈവ ആരാധികളായ ഇസ്രായേൽക്കാർ, ആ ദൈവജനം വസിക്കുന്ന ഇടത്തേക്ക് അവൻ പോകേണ്ടി വന്നു. അവിടെയുള്ള പ്രവാചകൻ ആ ദൈവിക ഇടപെടൽ മൂലം അവന് സൗഖ്യം കൊടുത്തു. അതാണ് നാം വായിക്കാം. സിറിയയിലെ രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ സിറിയയ്ക്ക് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. സിറിയക്കാർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ഇസ്രായേലിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ഇസ്രായേലിൽ വന്ന് ഈ സിറിയക്കാർ ആക്രമിച്ചു അവിടെ നിന്ന് ഒരു ഇസ്രായേലിലെ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ വീട്ടിൽ ജോലിക്ക് നിർത്തി. ഈ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ്റെ രോഗം മാറണമെങ്കിൽ ഞങ്ങളുടെ ദേശത്ത് ചെല്ലുക, അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ സൗഖ്യമാക്കും എന്നാണ് പെൺകുട്ടി പറഞ്ഞത്.
അവൾ തൻ്റെ യജമാനത്തിയോടെ, യജമാനൻ ഇസ്രായേലിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തൻ്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് സിറിയയിലെ രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു. അതായത് ഇസ്രായേൽ രാജാവിന് കൊടുക്കാനായി, ഇസ്രായേൽ അന്നത്തെ രാജാവായിരുന്നു യഹോരാം, ആ രാജാവിന് ഒരു എഴുത്തും ഈ സിറിയൻ രാജാവ് തൻ്റെ സേനാധിപന് കൊടുത്തുവിട്ടു. ആ എഴുത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി. അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവീൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ഠയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ, ഈ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കസ്റ്റമാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ രാജാവ് വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ അത് അഡ്വേഴ്സായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് രാജാവ് വസ്ത്രം എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. ഈ നയമാൻ രഥങ്ങളോടും കുതിരകളോടും കൂടെ എല്ലാം വന്ന് ഈ എലീശായുടെ വീട്ടുവാതിൽക്കൽ നിന്നു. അപ്പോൾ എലീശ പറയുകയാണ്, നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നീ ശുദ്ധനാകും, അല്ലെങ്കിൽ നിന്റെ രോഗം മാറും എന്ന് പറയിച്ചു. ഇത് കേട്ടപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അന്നേരം നയമാൻ ഓർത്തു, ഈ പ്രവാചകൻ തന്നെ പുറത്തു വന്ന് അവൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല നടന്നത്. എന്താണ് നടന്നത്? എലീശ പറഞ്ഞു, നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക എന്ന്. അപ്പോൾ ഈ നയമാൻ പറയുകയാണ്, ഡമാസ്കസിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. അവനോട് യോർദാൻ നദിയിൽ, ഇസ്രായേലിലെ യോർദാൻ നദിയിൽ മുങ്ങുവാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പുള്ളി വിചാരിക്കുകയാണ്, തൻ്റെ ദേശമായ സിറിയയിൽ അല്ലെങ്കിൽ ആ ഡമാസ്കസിൽ ധാരാളം നല്ല ഒന്നാന്തരം നദികളുണ്ട്. ഈ യോർദാനെ പോലെ കലങ്ങി മറിഞ്ഞ വെള്ളമൊന്നുമല്ല, നല്ല ക്ലിയർ വെള്ളമുള്ള നദികളുണ്ട്. 2 നദികളുടെ പേരിവിടെ പറയുന്നുണ്ട്, അബാനയും പർപ്പനും. ഇപ്പോഴും ആ നദികൾ അവിടെ ഉണ്ട് സഹോദരങ്ങളെ. അന്നേരം ആ നദിയിൽ എനിക്ക് കുളിച്ചാൽ പോരായിരുന്നോ, ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ഈ നയമാനുള്ളിൽ വിചാരിച്ച് ക്രോധത്തോടെ പോയി. എന്നാൽ ഈ പ്രവാചകൻ്റെ ഭൃത്യന്മാർ അടുത്ത് എന്ന് നയമാനോട് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ നയമാൻ ചെന്ന്
ദേവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. അതായത് ഈ നയമാൻ സൗഖ്യം പ്രാപിച്ചു. അന്നേരം ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഗതി, എങ്ങനെയാണ് ദൈവീക ഇടപെടൽ മൂലം ഒരു കുഷ്ഠരോഗി സൗഖ്യമായത്? സത്യദൈവത്തെ ആരാധിക്കാതിരുന്ന ജനതതി വസിക്കുന്ന ഈ സ്ത്രീയിൽ നിന്ന് പണ്ട് കാലത്ത് ഈ നയമാൻ സത്യദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങൾ പാർക്കുന്ന ഇസ്രായേലിലേക്ക് വരികയാണ്. രഥങ്ങളും കുതിരകളും സമ്മാനങ്ങളും ഒക്കെയായി വരികയാണ്. സിറിയ രാജാവിൻ്റെ സിറിയ രാജാവ് ഈ ഇസ്രായേൽ രാജാവിന് കൊടുക്കാനുള്ള എഴുത്തും ഒക്കെ ആയിട്ടാണ് ഈ ഭൃത്യൻ വരുന്നത്. എപ്പോഴും നാം വിചാരിക്കേണ്ടത് സൗഖ്യം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവിക ഇടപെടൽ മൂലം മാത്രമേ സൗഖ്യം നടപ്പാകുകയുള്ളൂ. എത്ര മഹാനായിരുന്നാലും, രാജാവായിരുന്നാലും, സർവ്വസൈന്യാധിപനായിരുന്നാലും, എത്രമാത്രം താലന്ത്, പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നാൽ തന്നെയും അവയൊന്നും മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ സാധ്യമല്ല. അവൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ ഇതൊന്നും ഉതകില്ല. സൗഖ്യം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദൈവപുരുഷനായ ഈ പ്രവാചകൻ എലീശ എന്ന് പറയുന്ന പ്രവാചകൻ്റെ അടുത്തോട്ടാണ്, രാജാവിൻ്റെ അടുത്ത് വന്നപ്പോൾ രാജാവ് ഈ എലീശയുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. എലീശ ഈ ആളിനോട് പറഞ്ഞു, നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക. അപ്പോൾ ആ നയമാൻ്റെ അഹങ്കാരം, എനിക്ക് എൻ്റെ നാട്ടിൽ ഡമാസ്കസിൽ ഇഷ്ടംപോലെ നല്ല നദികളൊക്കെ ഉണ്ട്, നല്ല വെള്ളമാണ് അവിടുത്തെ, അവിടെ എനിക്ക് കുളിച്ചാൽ പോരായിരുന്നോ? ഞാൻ സൗഖ്യമാകുമായിരുന്നു. ഇത്രയും നാൾ അവിടെ കുളിച്ചിട്ട് സൗഖ്യമായില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കലങ്ങി മറിഞ്ഞ ജോർദാനാണെങ്കിലും നീ അവിടെ പോയി മുങ്ങുക എന്ന് ദൈവപുരുഷൻ പറഞ്ഞപ്പോൾ അതനുസരിക്കുവാൻ ആദ്യം നയമാൻ കൂട്ടാക്കിയില്ല. പക്ഷേ എലീശയുടെ ഭൃത്യന്മാർ ചെന്ന് പറഞ്ഞു, അയ്യോ യജമാനൻ ഇതിനെക്കാട്ടി വലിയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യത്തില്ലായിരുന്നു. 7 പ്രാവശ്യം മുങ്ങാൻ മാത്രമല്ല പറഞ്ഞുള്ളൂ, നീ പോയി ചെയ്യുക. പിന്നെയാണ് ഈ നയമാൻ താണത്. തൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ആ ഗർവിഷ്ഠ മനോഭാവം ആയിരുന്നു ആ രോഗത്തിന് കാരണം. ആ ദൈവസന്നിധിയിൽ താഴുവാനുള്ള അവൻ്റെ മനസ്സില്ലായ്മ. ദൈവപുരുഷനാണ് ഈ നയമാനോട് സംസാരിച്ചത്. അതായത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ഈ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ താഴുവാൻ മനസ്സില്ലാതിരുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ നയമാൻ്റെ ആ ആത്മാവ് ദൈവത്തിൽ നിന്നും അകന്നിരുന്നു. അവൻ ഗർഭിഷ്ഠനായിരുന്നു, കോപിഷ്ഠനായിരുന്നു, അഹങ്കാരിയായിരുന്നു. എപ്പോൾ ആ അഹങ്കാരം ദൈവസന്നിധിയിൽ താഴ്ത്തിയോ അല്ലെങ്കിൽ അഹങ്കാരം കളഞ്ഞുവോ അപ്പോഴാണ്, അല്ലെങ്കിൽ എലീശാ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചപ്പോഴാണ് ആ നയമാന് സൗഖ്യം കിട്ടിയത്. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ നിന്നും അകലുവാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയും നാം ചേഞ്ച് ചെയ്യുമ്പോൾ, നാം മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായി നാം സമരസപ്പെടുമ്പോൾ, ദൈവത്തോട് അനുരൂപരായി നാം ആയിത്തീരുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ നടപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ, ദൈവവുമായുള്ള നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, അത് ദൈവവുമായി നാം ഏകീഭവിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. അതാണ് ഈ ഇൻസിഡൻറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് രോഗം വരുന്നത് പാപം മൂലമാണ്, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച മൂലമാണ്. അതെപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് എക്കാലവും സത്യമാണ്, അന്നും ഇന്നും എന്നും സത്യമാണ്. സൗഖ്യദായകൻ ദൈവം മാത്രമാണ്. നമുക്ക് രോഗം വരുന്നത് ദൈവകൽപ്പന നാം ലംഘിക്കുന്നത് കൊണ്ടാണ്.
ദൈവസന്നിധിയിൽ നാം നല്ല ഹൃദയമുള്ള ഇല്ലാത്തവരായിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നാം ഗർഭിഷ്ഠന്മാർ, കോപിഷ്ഠന്മാർ, അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആ ദുഷ്ടാവസ്ഥയാണ്. നമ്മുടെ ആത്മാവ് എങ്ങനെയൊക്കെയാണോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, അങ്ങനെയാണ് നാം പാപം ചെയ്യുന്നത്. അതുകൊണ്ട് രോഗമുണ്ടാകുന്നു. നാം ദൈവസന്നിധിയിലോട്ട് അടുക്കും തോറും, നാം താഴും തോറും രോഗം നമ്മെ വിട്ടുമാറും. കാരണം ദൈവത്തിന് മാത്രമേ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ വാക്കുകൾ, അവൻ്റെ വിധികൾ, അവൻ്റെ നിയമങ്ങൾ നാം അനുസരിക്കണം. ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹാർദ്രമായ ആ സ്പർശനം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു അടുത്ത വേദഭാഗം. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 10 വേഴ്സസ് 34-43. അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് ഇത് പറയുവാൻ കാരണം, ദൈവത്തിൽ നിന്നും ദർശനം ലഭിച്ചിട്ട് പത്രോസ് ഇസ്രായേൽക്കാരനല്ലാത്ത ഒരുവൻ്റെ ഭവനത്തിലേക്ക്, അതായത് ഒരു സെഞ്ചൂറിയൻ്റെ, ഒരു ശതാധിപൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹം പോകുന്നു. അത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഒരു റോമൻ ആർമി ഓഫീസറുടെ വീട്ടിലേക്ക്. ആ ഓഫീസറുടെ പേരായിരുന്നു കൊർനെല്യോസ്. കൊർനെല്യോസിനും ആ സമയം ദൈവം ദർശനം കൊടുക്കുന്നു, പത്രോസിനെ വരുത്തിച്ച് സുവിശേഷം കേൾക്കുക എന്ന്. ഈ കൊർനെല്യോസ് ദൈവഭക്തനായിരുന്നു സഹോദരങ്ങളെ, പക്ഷേ യേശുക്രിസ്തുവിനെ പറ്റി അറിയില്ലായിരുന്നു. നാം പലപ്പോഴും ചിന്തിക്കും, ഇന്ന വ്യക്തി ദൈവഭക്തനാണല്ലോ, ഇന്ന വ്യക്തി ദാനധർമ്മം ചെയ്യുന്നവനാണല്ലോ, നല്ല രീതിയിൽ ജീവിക്കുന്നവനാണല്ലോ. പക്ഷേ ഇവിടെ ഒരു വലിയ സന്ദേശം നമ്മുടെ കർത്താവ് നൽകുന്നത്, മനുഷ്യരൂപമെടുത്ത് എന്തിനാണ് സാക്ഷാൽ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്? അതിനൊരു വലിയ ഉദ്ദേശമുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിൽ നിന്നും പാപത്താൽ അകന്നുപോയ, ആത്മാവിൽ മരണപ്പെട്ട മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ മനുഷ്യൻ്റെ ഒരു പ്രയത്നങ്ങളും സാധ്യമല്ല. ഒരു പ്രയത്നങ്ങളും അതിന് പര്യാപ്തമല്ല. അതിനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് പാപം ചുമന്നൊഴിക്കാനാണ്, നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാനാണ്, നമുക്ക് നിത്യജീവൻ തരുവാനാണ്, നമ്മെ നിത്യരാജ്യത്തിൽ, ആ ദൈവരാജ്യത്തിൽ ആക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. അത് മനസ്സിലാക്കിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ദർശനം കൊടുക്കുകയാണ് കൊർനെല്യോസിന്. ഇറ്റലിയിലിരുന്ന ഒരു മനുഷ്യന്, ഇവിടെ പ്രത്യേകം പറയുന്നു ചാപ്റ്റർ 10 വേഴ്സ് 1, കൈസരിയയിൽ ഇറ്റാലിക്ക എന്ന പട്ടണത്തിൽ, അതായത് ഇറ്റലിയിൽ റോമൻ ആർമി ഓഫീസറായിരുന്ന, അല്ലെങ്കിൽ സെഞ്ചൂറിയനായിരുന്ന കൊർനെല്യോസ് എന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഭക്തനായിരുന്നു. ഇവിടെ അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത്, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നവനായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ലോകപ്രകാരം. ഇതിനേക്കാൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുവാനില്ല കൊർനെല്യോസിനെ പറ്റി. പക്ഷെ എന്തിനാണ് കൊർനെല്യോസിനെ ദർശനത്തിൽ പത്രോസിനെ വരുത്തിച്ച് സുവിശേഷം കേൾക്കുവാനായി ദൈവം പറഞ്ഞത്? കൊർനെല്യോസിനും ദർശനം കൊടുക്കുന്നു, പത്രോസിനും ദർശനം കൊടുക്കുന്നു. പത്രോസ് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഈ കൊർനെല്യോസ് ധാരാളം ആളുകളെ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുവാനായി അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു. ധാരാളം ആളുകളെ. അത് നാം വേഴ്സ് 33 കാണുന്നു. നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ധാരാളം ആളുകളെ കൊർനെല്യോസ് അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ. പത്രോസ് എന്താണ് പറയുവാൻ പോകുന്നത്, എന്താണ് യേശുക്രിസ്തു ദർശനത്തിൽ എന്നോട് പറഞ്ഞത്, അത് കേൾക്കുവാനായി.
അവർ കാതോർത്തിരിക്കുകയാണ്. അതാണ് നാം ഇപ്പോൾ വായിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ കർത്താവ് പത്രോസ്ലിഹ പറയുകയാണ്, I see very clearly that the Jews are not God's only favorites. In every nation, He has those who worship Him and do good deeds and are acceptable to Him. ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ട് ധാരാളം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. യഹൂദന്മാർ മാത്രമല്ല ദൈവത്തിൻ്റെ ഫേവറിറ്റ്സ്. കർത്താവിന് മുഖപക്ഷമില്ല. വീണ്ടും പറയുകയാണ്, I am sure you have heard about the good news for the people of Israel that there is peace with God through Jesus the Messiah, who is Lord of all creation. അതാണ് പത്രോസിന് പറയുവാനുള്ളത്. യേശു ക്രിസ്തുവിൽ കൂടെ സമാധാനം സുവിശേഷിക്കുകയാണ്. There is peace with God through Jesus the Messiah. Only through Jesus the Messiah, who is Lord of all creation. This message has spread all through Judea, beginning with John the Baptist in Galilee. And you no doubt know that Jesus of Nazareth was anointed by God with the Holy Spirit and with power, and he went around doing good and healing all who were possessed by demons, for God was with him. ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ ഇരുന്നു അവൻ നാട് മുഴുവൻ നടന്ന് പ്രവർത്തിച്ച അനേകം രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതഗ്രസ്തരെ ഒക്കെയും വിടുവിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ സമാധാനം മനുഷ്യന് പ്രസംഗിച്ചു. അല്ലെങ്കിൽ അവൻ സമാധാനമാണ് സകല ജനതകൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ടാണ്, സമാധാനമായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, there is peace with God through Jesus the Messiah, who is Lord of all creation. And we apostles are witnesses of all he did throughout Israel and in Jerusalem, where he was murdered on a cross. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് കഷ്ടമനുഭവിച്ചതൊക്കെയും നേരിൽ കണ്ട ദൃക്സാക്ഷികളാണ് ഞങ്ങൾ വിറ്റ്നസ്സസ് ആണ്. എന്താണ് യേശുക്രിസ്തു അവിടെ ചെയ്തത്, ഇസ്രായേലിൽ നടന്ന, ജെറുസലേമിൽ നടന്നത് എന്താണെന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടവരാണ്. But God brought him back to life again 3 days later and showed him to certain witnesses God had selected beforehand, not to the general public, but to us who ate and drank with him after he rose from the dead. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, ആ നാട്ടിലേക്ക് വന്നു. അവിടെ ജെറുസലേമിൽ അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ശേഷം ലോക ജനതയ്ക്കല്ല, തന്നോടുകൂടെ തിന്നും കുടിച്ചവരുമായ ഈ അപ്പോസ്തലന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. അതാണ് ഇവിടെ പറയുന്നത്. God had selected beforehand. These people were selected beforehand. ദൈവം മുന്നമേ നിയമിച്ചവരാണ് ഇവരെ. കാരണം ഇവർ അപ്പോസ്തലന്മാരായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷവുമായി പോകേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യക്ഷനായി. അവർ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഇവർ പുറപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കൊർന്നല്യോസിൻ്റെ അടുക്കിലേക്ക് പത്രോസിനെ യേശുക്രിസ്തു അയച്ചത്. ഞാനത് ഒന്നുകൂടെ വായിക്കാം. Verse 39. And we apostles are witnesses of all he did throughout Israel and in Jerusalem, where he was murdered on a cross. But God brought him back to life again 3 days later and showed him to certain witnesses God had selected beforehand, not to the general public, but to us who ate and drank with him after he rose from the dead. Verse 42. And he sent us to preach the good news everywhere and to testify that Jesus is ordained of God to be the judge of all, living and dead. ഇതാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്.
എന്തിനാണ് ഇവരെ ഓർഡൈൻ ചെയ്തത്? ഏത് സുവിശേഷം പറയുവാനാണ്? വാട്ട് ഗുഡ് ന്യൂസ്. And he sent us to preach the good news everywhere and to testify that Jesus is ordained of God to be the judge of all. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ, അങ്ങനെ ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഇനിയും വരുന്നത് രാജാവായിട്ടാണ്. ഇപ്പോൾ അവൻ നമുക്ക് രക്ഷ നൽകി. 2028 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. 2000 വർഷമായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ വരുന്നത് രക്ഷിക്കപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ്. ഇനി അവൻ രക്ഷിക്കുവാനായിട്ടല്ല വരുന്നത്, അവൻ രക്ഷിക്കുവാനായിട്ട് വന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനിയും രക്ഷിക്കപ്പെട്ടവരെ തന്നോടൊപ്പം ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശുക്രിസ്തു വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. And he sent us to preach the good news everywhere and to testify that Jesus is ordained of God to be the judge of all, living and dead. And all the prophets have written about him, saying that everyone who believes in him will have their sins forgiven through his name. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ വലിയ സുവിശേഷം പറയുവാനാണ് പ്രിയ സഹോദരങ്ങളെ നമ്മെയും ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? സൗഖ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ് തൻ്റെ 1-ാം ലേഖനത്തിലൂടെ, നിങ്ങൾക്ക് അതിനുള്ള വഴിയുണ്ട്. ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 5 to 10. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും അതേസമയം ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ, അതായത് ഇരുട്ടിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവൻ, ജഡീകരായി ജീവിക്കുന്നവർ, ജഡത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ, ജഡീകമായ സ്വഭാവങ്ങളൊക്കെയും കാണിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഭോഷ്ക് പറയുകയാണ്, അവർ ഇരുട്ടിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. കാരണം അങ്ങനെ പറയുന്നവർ ഭോഷ്ക് പറയുന്നു. എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ആളാണ്, ഞാൻ നന്മ ചെയ്യുന്നവനാണ് എന്ന് പറയുന്നു. പക്ഷെ അവർ നടക്കുന്നത് അന്ധകാരത്തിലാണ്. അവർ ജഡീകന്മാരാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, കലഹം, ദുഷ്കാമം, അശുദ്ധി, ഇതൊക്കെ നിറഞ്ഞവരാണ്, കൊലപാതകന്മാരാണ്. പക്ഷെ അവർ പറയുന്നത് തന്നെയാണ് ഞങ്ങൾ വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന്. ചെയ്യുന്നതോ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് വെളിച്ചം ആയിരിക്കുന്നത് പോലെ നാം കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷണ പ്രവൃത്തിയിൽ അവൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന്
രക്തം ചിന്തിയത്? എന്തിനാണ് അവൻ നമുക്ക് വേണ്ടി ഹോമബലിയായി മാറിയത്? അത് നാം മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അത് ഗ്രഹിച്ചു കഴിയുമ്പോൾ നാം കൂട്ടായ്മ ഉണ്ടെന്ന് പറയും, പക്ഷേ നടക്കുന്നത് നാം വെളിച്ചത്തിലുമായിരിക്കും. കർത്താവിനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും വെളിച്ചത്തിൽ നടക്കുകയും ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. അങ്ങനെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നാം പാപം മായ്ച്ചു കളയണം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ആ രക്ഷണീയ പ്രവൃത്തിയിൽ നാം ഏറ്റുപറയണം, അത് വിശ്വസിക്കണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും കർത്താവ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം വാഗൊണ്ട് പറയുന്നത് പോലെയല്ല, നാം വെളിച്ചത്തിലാണ് നടക്കുന്നത്, നാം സൽപ്രവർത്തികളാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെയല്ല. നമ്മുടെ നടപ്പ് നോക്കുന്നത് കർത്താവാണ്. നിങ്ങൾ ഇരുട്ടിലാണോ നടക്കുന്നത്, അന്ധകാരത്തിലാണോ നടക്കുന്നത്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണോ നിങ്ങൾ ചെയ്യുന്നത്, അതൊക്കെയാണോ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് ശോധന ചെയ്യുന്നവൻ കർത്താവാണ്. അങ്ങനെയുള്ളവർക്കും അവസരമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാവുന്നു. പാപം പോകുമ്പം നാം വിശുദ്ധരായി മാറും. അങ്ങനെയാണ് വിശുദ്ധനായ ദൈവത്തെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതിന് ഭൂമിയിലെ യാതൊരു ചെയ്തികളും ഉതകുന്നതല്ല, പര്യാപ്തമല്ല. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. കർത്താവിൻ്റെ വിശുദ്ധിയോട്, അവൻ്റെ നീതിയോട് എത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ യാതൊരു പ്രവർത്തികളും പര്യാപ്തമല്ല. അതുകൊണ്ടാണ് ദൈവം ക്രിസ്തുവിൽ കൂടെ ആ പ്രവൃത്തി ചെയ്തത്. നമുക്ക് വേണ്ടിയാണ് ചെയ്തത്. അത് നാം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തു, മറുവിലയായി അവൻ ക്രൂശിൽ മരിച്ചു. നാം അത് ഏറ്റുപറയുമോ, വിശ്വസിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ആൻഡ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.